ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീക്ക് നോ മലയാളം ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 7 ലോഞ്ച് ചെയ്യുന്ന ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്ന iPhone 14 സീരീസിനെ കുറിച്ചിട്ടാണ്. iPhone 14 സീരീസിൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ലീക്ക് ചെയ്തിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന നമ്മൾ ഒരു ഐഫോൺ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും എന്ന് കരുതുന്ന കുറച്ച് വിവരങ്ങളാണ്. ഏകദേശം കൺഫേം ആയ കുറച്ച് വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. iPhone 14 സീരീസിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഓരോന്നായി 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യത്തെ ഫീച്ചറായിട്ട് വരുന്നത് നമ്മുടെ ആപ്പിൾ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ സ്പെസിഫിക്കേഷനായിട്ട് വരുന്നത് ആപ്പിൾ iPhone 14 സീരീസിൽ നമുക്ക് ലഭിക്കുക ആസ്ട്രോ ഫോട്ടോഗ്രാഫി ആണ്. ആസ്ട്രോ ഫോട്ടോഗ്രാഫി ആപ്പിൾ iPhone 14 സീരീസിൽ നമുക്ക് എന്തായാലും ലഭിക്കും എന്ന് നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കാരണം ആപ്പിൾ 14 സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റ്, ആപ്പിൾ ഇവൻറ്റിൻ്റെ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ് തന്നെ നമ്മളെ സ്കൈയിൽ നക്ഷത്രങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഫെയർ ഔട്ട് എന്നുള്ള ഒരു ടാഗ് ലൈൻ കൂടിയാണ് ആപ്പിൾ ആ ഇൻവിറ്റേഷൻ കാർഡ് പുറത്തിറക്കിയിരുന്നത്. ആപ്പിൾ 13 സീരീസിൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫി മോഡ് അവർ ഇൻക്ലൂഡ് ചെയ്യും എന്ന് റൂമേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല, അത് വന്നില്ല. ഇപ്പോൾ ആപ്പിൾ 14 സീരീസിൽ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒരു ഡിസൈനോട് കൂടി തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്, നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി മോഡ് നമുക്ക് ആപ്പിൾ iPhone 14 സീരീസിൽ നമുക്ക് ലഭ്യമാകുമെന്ന്. ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി മോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നൈറ്റ് സ്കൈ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും നോയ്സ് വളരെ കുറവായിട്ട് നമുക്ക് ക്ലീൻ എക്സ്പോഷറോട് കൂടി കിടിലം ഒരു ഫോട്ടോഗ്രാഫിക് ലുക്ക് നൽകുന്ന, അപ്പോൾ ഒരു DSLRലൊക്കെ എടുക്കുന്ന ഒരു ക്വാളിറ്റിയിൽ നമുക്കൊരു സ്കൈ ഷോട്ട് ലഭിക്കുന്ന ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി മോഡ്. ഗൂഗിളിൻ്റെ Pixel 4ലാണ് ആദ്യമായിട്ട് ഗൂഗിളാണ് ഈ ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫി മോഡ് എന്നൊരു ഫീച്ചർ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഷവോമി ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, ഒട്ടനവധി കമ്പനികൾ ഈ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ അവരുടെ ഫോണുകളിലും മിമിക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഫീച്ചർ എന്തായാലും ആപ്പിളിൻ്റെ ഈ iPhone 14 സീരീസിൽ അവർ കൊണ്ടുവരും എന്ന് നമുക്ക് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കാർഡിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഫീച്ചർ ആപ്പിൾ iPhone 14 സീരീസിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സാറ്റലൈറ്റ് ടെക്നോളജിയാണ്. സാറ്റലൈറ്റ് ഫീച്ചറാണ് ആപ്പിൾ iPhone 14 സീരീസിൽ നമുക്ക് ലഭിക്കുക. ഈ സാറ്റലൈറ്റ് ഫീച്ചർ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു സാറ്റലൈറ്റ് ഫോണായിട്ട് ആപ്പിൾ iPhone 14 സീരീസ് ഉപയോഗിക്കാൻ പറ്റും എന്നൊന്നല്ല അതിനർത്ഥം. ഇപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനോ കാര്യങ്ങളോ അല്ലെ ട്രാവൽ ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു പ്രദേശത്ത് കുടുങ്ങിപ്പോയി, അവിടെയാണെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്കും ഇല്ല, നമുക്ക് പെട്ടെന്ന് പുറത്ത് കിടക്കാനും അല്ലെങ്കിൽ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ നമ്മുടെ പോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മളുടെ വിവരങ്ങൾ പുറലോകമായിട്ട് അറിയിക്കാനുള്ള ഒരു ടെക്നോളജി, അതായത് നമ്മൾ സാറ്റലൈറ്റ് ഫോണായിട്ടല്ല, നമുക്കൊരു മെസ്സേജിങ് ആപ്പായിട്ട് ഒരു മെസ്സേജായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എമർജൻസി സർവീസ് സെൻ്ററുമായിട്ട് നമുക്കൊരു മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ആയിട്ടോ നമുക്ക് നമ്മുടെ വിവരങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതും ആപ്പിളിൻ്റെ iMessenger ആപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെക്നോളജിയാണ് സാറ്റലൈറ്റ് കണക്ടിവിറ്റി ആപ്പിൾ iPhone 14 സീരീസിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് ഉറപ്പാക്കുന്നത്. ഗ്ലോബൽ സ്റ്റാർ എന്ന അമേരിക്കയിലെ മൾട്ടിനാഷണൽ സാറ്റലൈറ്റ് നെറ്റ്വർക്കുമായിട്ട് സഹകരിച്ചിട്ടാണ് അവർ ഈ ഒരു ടെക്നോളജി അവരുടെ ആപ്പിൾ iPhone 14 സീരീസിൽ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു റൂമറാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കേൾക്കുന്നത്. ആപ്പിൾ iPhone 14 സീരീസിൽ ഏകദേശം ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് സാറ്റലൈറ്റ് കണക്ടിവിറ്റി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആപ്പിൾ iPhone 14 സീരീസിൽ നമുക്ക് 30 വാട്ട് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്നത്. നമുക്ക് 30 വാട്ട് ഫാസ്റ്റ് ചാർജർ നമുക്ക് ആപ്പിൾ iPhone 14 സീരീസിൽ ലഭ്യമാവും എന്നുള്ളതാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. ബെറ്റർ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ബാറ്ററി ആയിരിക്കും ആപ്പിൾ iPhone 14 സീരീസിൽ അവർ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബെറ്റർ എഫിഷ്യൻ്റായ ബെറ്റർ ക്വാളിറ്റിയുള്ള ബാറ്ററി ആയിരിക്കും ആപ്പിൾ iPhone 14 സീരീസിൽ കൊണ്ടുവരിക. അതുകൂടാതെ തന്നെ അതിൻ്റെ 30 വാട്ട് ഫാസ്റ്റ് ചാർജറും കൂടി ലഭിക്കുമ്പോൾ മികച്ചൊരു നമുക്ക് ബാറ്ററി എഫിഷ്യൻസി ബാക്കപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു ഫോണിൽ ലഭ്യമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.
മറ്റൊരു കാര്യം, ആപ്പിൾ ഐഫോൺ 14 സീരീസിൽ നമുക്ക് വരുന്നത് നമുക്ക് റിയർ സൈഡിലുള്ള ക്യാമറ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അത് പ്രോ മോഡൽസിൽ മാത്രമാണ് ഇപ്പോൾ 48 മെഗാ പിക്സൽ ക്യാമറ സെൻസർ ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരുന്നത്. ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്നത്. റെഗുലർ ആപ്പിൾ ഐഫോൺ 14 സീരീസിൽ, അതായത് പ്രോ മോഡൽസ് അല്ലാത്ത 14 മാക്സ് എന്ന ഫോണുകളിൽ ആപ്പിൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 12 മെഗാ പിക്സൽ അപ്ഗ്രേഡഡ് സെൻസർ ആയിരിക്കും ഉപയോഗിക്കുക എന്നാണ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ട് ലഭിക്കുന്നത്. എന്തായാലും ആപ്പിൾ പ്രോ മോഡൽസിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൻസേഴ്സ് ഉപയോഗിക്കും എന്ന് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് സെൽഫി ഷൂട്ടർ ആപ്പിൾ ഇപ്രാവശ്യം എല്ലാ മോഡൽസിലും 14 സീരീസിലെ ലൈനപ്പിലെ മൊത്തം മോഡൽസിലും അപ്ഗ്രേഡ് നൽകുന്നുണ്ട്. LG ആണ് അതിന് വേണ്ട മോഡ്യൂളും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ആപ്പിളിന് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഈ ഒരു അപ്ഗ്രേഡേഷൻ മൂലം തന്നെ ആപ്പിൾ ഐഫോൺ 14 സീരീസ് ഒരു $100 എക്സ്ട്രാ പേയ്മെൻറ്റ് വരും, എക്സ്ട്രാ പ്രൈസ് ഹൈക്ക് വരും എന്നൊക്കെ റൂമർ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം കൺഫേം ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. എന്തായാലും സെപ്റ്റംബർ 7 ലോഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഏകദേശം അത് ഒരു കൺഫേം പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ആപ്പിൾ 14 സീരീസിൽ നമുക്കൊരു ബെറ്റർ സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കും. ബെറ്റർ ഫീൽഡ് ഓഫ് ഡെപ്ത്, അപ്പറേച്ചർ വാല്യൂ ഒക്കെയുള്ള മികച്ച ഒരു ക്യാമറ തന്നെയായിരിക്കും ഫ്രണ്ട് ക്യാമറ സെറ്റപ്പിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ആപ്പിൾ ഐഫോൺ 14 സീരീസിൽ ഇപ്പോൾ ഓൾറെഡി ലീക്ക് ചെയ്ത വിവരങ്ങൾ പ്രകാരം തന്നെ നമുക്ക് ആപ്പിൾ ഐഫോൺ 14 സീരീസ് 40 പ്രോ ആൻഡ് 40 പ്രോ മാക്സ് ഈ രണ്ട് മോഡലുകളിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 14 മാക്സ് എന്നീ മോഡലുകളിൽ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. ഇപ്രാവശ്യം നമുക്ക് മിനി സീരീസ് ഇല്ല. ആപ്പിൾ 13 മിനിയോട് കൂടിയിട്ട് ആ മിനി എന്ന ഫോണ് അവർ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് ലൈനപ്പിൽ വരുന്നത് 14 മാക്സ്, 14 പ്രോ, 14 പ്രോ മാക്സ്, അങ്ങനെ 4 മോഡലുകളാണ് വരുന്നത്. 2 മോഡലിൽ 6.1 ഇഞ്ചും 2 മോഡലുകൾ 6.7 ഇഞ്ചും എന്ന രീതിയിലാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രോ സീരീസ് നമുക്ക് പഞ്ച് പിൽ ഹോൾ ഡിസ്പ്ലേയിലാണ് വരുന്നത്, മറ്റത് റെഗുലർ നോച്ച് ഡിസ്പ്ലേയിലാണ് വരുന്നത്. മറ്റേ കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ബിൽഡ് ക്വാളിറ്റി കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും ഒരു ആപ്പിൾ ഐഫോണിനെ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, ആപ്പിൾ ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് ഫോൺസ് പുറത്തിറക്കുന്നത്, ടോപ്പ് നോച്ച് സെക്യൂരിറ്റി പ്രൈവസിയിലാണ് ഫോൺ പുറത്തിറക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ അറിയാം. അതിൽ എന്തൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കേണ്ടത്. പിന്നെ ആപ്പിൾ ഐഫോൺ 14 സീരീസിൽ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഗ്രേഡേഷനും കൂടി നമുക്ക് ലഭിക്കും. ആപ്പിൾ ഐഫോൺ 13 സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമാറ്റിക് മോഡിൻ്റെ ഒരു ബെറ്റർ വേർഷൻ നമുക്ക് ആപ്പിൾ ഐഫോൺ 14 സീരീസിൽ ലഭ്യമാക്കും എന്നുള്ളത് ഏകദേശം എല്ലാം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിനിമാറ്റിക് മോഡ് വീഡിയോ ഷൂട്ടിങ് നമുക്ക് വ്യക്തമായിട്ടും കിടിലമായിട്ടും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ചില മൈനർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു 13-ൽ ലോഞ്ച് ചെയ്ത സിനിമാറ്റിക് മോഡ്. അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ നമുക്ക് ആപ്പിൾ ഐഫോൺ 14 സീരീസിൽ കാണാൻ പറ്റും എന്നുള്ളത് കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അതിൽ കൂടാതെ ഇനി ഏതെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളെ കുറിച്ചൊരു മറ്റ് റൂമറുകളെ കുറിച്ചിട്ടും വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അതും ഞങ്ങൾ നിങ്ങളുമായിട്ട് വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.